മക്ക നഗരം വിജയമാണ്. മനസ്സിനെ കുളിരഴിക്കുന്ന കാലച്ച ഓരോ മുണൽത്തരിയും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന് ആ കാലച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹീതം തിരിഞ്ഞുവിടുതൽ. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങാണ് തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തെത്തി. എത്തിയപ്പോഴാണ് ഒരു ഏങ്ങിയ കരച്ചിലിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ടൊരു മാൻപിട. ആ മാൻപിട തങ്ങളെ കണ്ടപ്പോൾ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണ് നീരൊലിപ്പിച്ചുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. താങ്കൾ എന്നെ രക്ഷപ്പെടുത്തിയാലും ഉടനെ തന്നെ തിരിച്ചു വരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അയച്ചുവിടും. അതതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി ഉടനെ തിരിച്ചു വരാം. മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ പോയി തിരിച്ചു വരുമെന്നോ? എന്ത് വെട്ടിത്തരമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ ഒന്ന് ആലോചിച്ചതിനു ശേഷം വീണ്ടും ചോദിച്ചു, ഈ മാൻ അതിന് നിങ്ങൾ ജാമ്യം നിൽക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, ഞാൻ ജാമ്യം നിൽക്കാം. മലമേടൻ വീണ്ടും ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ അതിന് പകരം നിങ്ങളെ ഞാൻ അറുത്തു കളയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മലമേടൻ ആ മാനിനെ അയച്ചുവിട്ടു. മാൻ അതിവേഗത്തിൽ ഓടി മറിഞ്ഞു. പറഞ്ഞ സമയം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കട്ടാര പൊന്നാര നബിയുടെ കഴുത്തിലേക്ക് നീട്ടാൻ തുടങ്ങി. അപ്പോൾ അതാ പൊട്ടിപ്പൊട്ടണങ്ങൾ പറത്തി ആ മാൻ തിരിച്ചു വന്നു. മലമേടൻ അമ്പരന്നു പോയി. മലമേടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലമേടൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അയച്ചുവിടുകയും ചെയ്തു. എന്റെ ഈ കൊച്ചു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.